അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടങ്ങല്ലേ നമുക്ക്? ബാക്കിയുള്ളവരിങ്ങനെ വന്നോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കൂട്ടുകാരെ, ഇന്ന് മഹജർ ലിറ്ററേച്ചറിന്റെ 11ാമത്തെ സെഷനാണ്. ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഒക്കെ റെഡി അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? റെഡി അല്ലേ? ഓക്കെയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. യെസ്, മഹജർ ലിറ്ററേച്ചറിന്റെ 10 ക്ലാസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. അത് കുറേ മുമ്പാണ്. നമ്മൾ ഇടക്ക് മറ്റു വല്ല PSC-യോ നെറ്റോ അതിൻ്റെയൊക്കെ PYQ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഈ സെഷൻ തുടർന്ന് വരുന്ന സെഷൻ നിർത്തിവെക്കാറുണ്ട്. പിന്നെ ആ PYQ സെഷൻ കഴിഞ്ഞിട്ടാണ് ഈ സെഷൻ തുടങ്ങുന്നത്. ഇതിപ്പോ ആരംഭിച്ചിട്ട് 2 വർഷത്തിലധികമായി. 46ാമത്തെ സെഷനാണ്. ആഴ്ചയിൽ ഒരു സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ വേറെ വല്ല സെഷനുകൾ വരികയാണെങ്കിൽ ഈ സെഷൻ അവിടെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഇനി നമുക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സുകൾ വരുന്നവരെ ആഴ്ചയിൽ ഒരു ക്ലാസ് നിർബന്ധമായിട്ട് നമുക്കുണ്ടാവും. മിസ് ചെയ്യാതെ കേൾക്കുക കേട്ടോ. പല വിഷയങ്ങളുണ്ടാവും. എല്ലാ PSC, കേട്ടറ്റ്, സെറ്റ് അങ്ങനെ എല്ലാത്തിനും പറ്റിയ, നെറ്റിനൊക്കെ പറ്റിയ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ഏതായാലും മഹജർ ലിറ്ററേച്ചറിലെ 10-14ഓളം പേരെ മുമ്പുള്ള 10 ക്ലാസ്സുകളിലായിട്ട് വിശദമായി പറഞ്ഞു. ആർക്കെങ്കിലും ജസ്റ്റ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഗ്രൂപ്പിൽ നേരത്തെ ഒരുപാട് തവണ വന്നതായതുകൊണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഇതുവരെ വന്ന ആ 14 പേര്, നെറ്റിന് 8 പേരാണുള്ളത്, PSC-ക്ക് 10-14 പേരുണ്ട്. അങ്ങനെയാണ് 14 പേര് വരുന്നത്. അപ്പൊ അവരെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കൂടെ മഹജർ ലിറ്ററേച്ചർ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ജാഹിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട്, മോഡൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഓരോ ആഴ്ച ഉണ്ടാവും കേട്ടോ. ദെൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കും. കേട്ടറ്റിന് വന്ന ചോദ്യമാണ്, ഷായറുൻ ലൈസ മിൻ ഉദബാഇൽ മഹ്ജർ. മഹ്ജർ പ്രവാസ സാഹിത്യകാരന്മാരിൽ പെടാത്ത കവി. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഫോക്കസ് അക്കാദമി എന്ന് പറയുന്ന യൂട്യൂബിൽ ലഭ്യമാണ്. ഓരോ ക്ലാസ് കഴിഞ്ഞാലും പിറ്റേ ദിവസം തന്നെ ഒരു 24 മണിക്കൂർ മുമ്പായിട്ട് അതാത് ക്ലാസ്സിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിന്റെ ലിങ്ക് എവിടുന്നാണോ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടിയത് അവിടെ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നാളെ രാത്രി ആവുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ വരും. ഓക്കെ, റെക്കോർഡ് ലിങ്ക് വരും. സാധാരണ നമ്മൾ ചെയ്യാറുണ്ടല്ലോ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുള്ളത് പോലെ. നിങ്ങൾ ഉത്തരം ചെയ്തോ? മീഖായിൽ നാഴിമ. 4 പേരാണ് ഇവിടെ ഉള്ളത്. ഇവരിൽ ആരാണ് പ്രവാസകവി അല്ലാത്തത്? മീഖായിൽ നാഴിമ പ്രവാസ സാഹിത്യകാരന്മാരിൽപ്പെട്ട ആളല്ല. മീഖായിൽ നാഴിമ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഇലിയ അബു മാലി, ജഅബറുൽ ഖുസാഇ. ആരാണ്? നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഉത്തരം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്താൽ മതി. അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഉത്തരം ചെയ്തോളൂ. തെറ്റിയാലൊന്നും പ്രശ്നമില്ലല്ലോ. ഇനി അറിയുന്നവർക്ക് മൈക്ക് ഓണാക്കി പറയുകയും ചെയ്യാം. ഉത്തരത്തിലേക്ക് പോയേക്കാം അല്ലെ. ഡി ആണ്. ജഅബറുൽ ഖുസാഇ എന്ന് പറഞ്ഞ ആൾ പ്രവാസ സാഹിത്യകാരന്മാരിൽ പെട്ടയാളല്ല, മറിച്ച് അദ്ദേഹം ഏത് സാഹിത്യകാരന്മാരിൽപ്പെട്ട ആളാണ്? ഷായറുൻ അബ്ബാസിയാകുന്നു. ഷായറുൻ അബ്ബാസിയാണ്. മീഖായിൽ നാഴിമ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഇലിയ അബു മാലി ഇവരൊക്കെയാണ് പ്രവാസ സാഹിത്യകാരന്മാരിൽപ്പെട്ട ഈ സ്ക്രീനിൽ കാണുന്നവരിൽ ഉള്ളത്. ഇതിൽ ഈലിയ അബു മാലിക്ക് ഒരു സ്ഥാനപ്പേരുണ്ട്. അറിയോ? അറിയുന്നവരൊന്ന് പറഞ്ഞുതരൂ. ഈലിയ അബു മാലിയുടെ സ്ഥാനപ്പേര് എന്താണ്? ഈലിയ അബു മാലിയുടെ സ്ഥാനപ്പേര് മൈക്ക് ഓൺ ആക്കിയിട്ട് വേണേൽ പറയാം. എന്താണ്? യെസ്, അഷ്ഹറു ഷുഅറാഇൽ മഹ്ജർ അല്ലെ. അഷ്ഹറു ഷുഅറാഇൽ മഹ്ജർ. അഷ്ഹറു ഷുഅറാഇൽ മഹ്ജർ ഏറ്റവും പ്രസിദ്ധനായ പ്രവാസ കവി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഷായറുൻ ഇസ്തഹറ ബി അമീർ ഷുഅറാ ഫിൽ മഹ്ജർ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നു. അമീർ ഷുഅറാ ഫിൽ മഹ്ജർ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, മീഖായിൽ നുഐമ, റഷീദ് സലീമുൽ ഖൂരി, ഇലിയ അബു മാലി. ഇതിൽ ആർക്കാണ് അമീർ ഷുഅറ എന്ന പേരുകൊണ്ട് ആരാണ് പ്രസിദ്ധനായത്? 4 പേരുണ്ട്. യെസ്, ഇത്ര നോക്കല്ലേ. ഇലിയ അബു മാലിയാണ്. ഇലിയ അബു മാലിയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതോ റായിദു അഷ്ഹർ ഷുഅറാഇൽ മഹ്ജർ. രണ്ടും ഇദ്ദേഹം തന്നെയാണ്. രണ്ടും ഒരേ സാരാണല്ലോ. പദത്തിന്റെ അർത്ഥ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ സാരം, ഒരേ ആശയം. അമീർ ഷുഅറാ ഫിൽ മഹ്ജർ, അഷ്ഹർ ഷുഅറാ ഫിൽ മഹ്ജർ. ഇനി അമീർ ഷുഅറാ എന്ന് മുത്തലക്കൻ പറയുന്നത് ഒരാളുണ്ടല്ലോ, അതാരാ? അമീർ ഷുഅറാ എന്ന് സ്ഥാനപ്പേരുള്ള നിരുപാധികം അമീർ ഷുഅറാ എന്ന് പറയുന്ന ആർക്കാണ്? യെസ്, ആർക്കാണ്? ഇലിയ അബു മാലിയാണോ? അത് മഹ്ജറിലെ അല്ലേ. മഹ്ജർ എന്ന് പറയാതെ
അമീറുഷറ എന്ന് പറയുന്ന ഹദീസില് ഹദീസിൽ അഹമ്മദ് ഷൗക്കി. യെസ്, അഹമ്മദ് ഷൗക്കിയാണ്. രണ്ടുപേരും ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഹമ്മദ് ഷൗക്കിയാണ്. വേറെ ഏതെങ്കിലും അമീറുഷറ ഉണ്ടോ? ഉണ്ടല്ലോ, ജാഹിലിയില് അന്തലുസിൽ ആരാണ്? ഇബ്നു ഹാനി അല്ലേ? ഇബ്നു ഹാനി ആണ്. ജാഹിലിയിലോ? ഇംറുൽ ഖൈസ്. യെസ്, ഇംറുൽ ഖൈസ്. 4 പേരെ നമുക്ക് കിട്ടിയില്ലേ? ജാഹിലിയില്, അന്തലുസില്, ഹദീസില്, മഹജറില്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മിൻ അഹമ്മി ബവാഇത്തി അദബിൽ മഹജർ. പ്രവാസ സാഹിത്യത്തിന്റെ ചാലക ശക്തികളിൽ പ്രധാനപ്പെട്ടത്, പ്രേരക ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത്. അത്തഅസുറു ബിൽ അഖീദ, വിശ്വാസ സ്വാധീനം. അൽ ഹനീനു ഇലൽ വതൻ, രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള അനുരാഗം അല്ലെങ്കിൽ അടുപ്പം എന്നൊക്കെ പറയാല്ലേ. ഹൃദയവുമായുള്ള രാജ്യത്തോടുള്ള വൈകാരികതയാണ് ഹനീൻ. അൽ ഇൽത്തിഹാദുൽ ഇജ്തിമാഇ, സാമൂഹിക പീഡനം, മർദ്ദനം. അൻ നഫി വൽ ഹിർമാനു, നഫിയെ നാടുകടത്തുക, ഹിർമാന് ഇല്ലായ്മ, ദാരിദ്ര്യം എന്നൊക്കെ പറയാം, ഇല്ലായ്മയും നാടുകടത്തലും. ഏതാണ്? ഓക്കെ, പല പേര് ഉത്തരം എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അൽ ഹനീനു ഇലൽ വത്താൻ, രാജ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹം, താല്പര്യമാണ് പ്രവാസ സാഹിത്യത്തിന്റെ പ്രേരക ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇഖ്തരി തസ്രീഹാത്തിൽ ഖാത്തിഅ അൻ അദബിൽ മഹജർ. മഹജർ, പ്രവാസ സാഹിത്യ സംബന്ധിയായ തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകളുണ്ട്. ആ 4 വായിച്ചിട്ട് തെറ്റായത് ഏതാണ് എന്ന് ഇടതുഭാഗത്ത് വേറെ 4 ഓപ്ഷൻ ഉണ്ട്. AC, BD, AB, ഓൾ. ഇതിൽ ഏതാണെന്നാണ് തെരഞ്ഞെടുക്കുക. മൈക്ക് വെറുതെ ഓൺ ആക്കി എടുക്കുന്നവർ ഓഫ് ആക്കണം കേട്ടോ. ഓക്കെ. ലഹറ ഫി ബിലാദി അംരീക്ക, അമേരിക്കൻ നാടുകളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഫി ബിദായത്തിൽ ഖർൻ താസി അശറ, 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. തമ്മ തഅസീസുൽ ഉസ്ബത്തുൽ അന്തലുസിയ, തമ്മ തഅസീസുൽ ഉസ്ബത്തുൽ അന്തലുസിയ. അൽ ഉസ്ബ അൽ അന്തലുസിയ എന്ന സാഹിത്യ പ്രസ്ഥാനത്തിന് അതിന്റെ സ്ഥാപനം ഉണ്ടായത് 1923-ലാണ്. കാനത്ത് റാബിത്തത്തുൽ കലമിയത്തു ജമാഅത്തൻ ലിഅശറത്തി ഉദബാഇൻ ഫഖത്ത്. അർ-റാബിത്തത്തുൽ കലമിയ കേവലം 10 സാഹിത്യകാരന്മാരുടെ സംഘടനയായിരുന്നു. യതമയ്യസു ശഅറുൽ മഹ്ജർ അൽ ജനൂബി ബിൻ നസാഅത്തുൽ ഖൗമിയ അൽ അറബിയ. തെക്കൻ പ്രവാസ കവിതയുടെ സവിശേഷതയാണ് അറബ് ദേശീയത എന്നത്. ഓക്കെ, എത്ര ആൾ ചെയ്തു? എന്നിട്ട് ഈ 4ഉം കണക്ട് ചെയ്തതിൽ ഏതൊക്കെയാണ് തെറ്റായത് എന്നുള്ളത് അപ്പുറത്ത് ഇടത്തെ ഭാഗത്തുള്ള 4 വേറെ ഓപ്ഷൻ, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് പേര് ഡി ഉത്തരം ചെയ്തിട്ടുണ്ട്. യെസ്, ഉത്തരം നോക്കാം അല്ലെ. സി ആണ് ശരിയാത്തത്. ഡി എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാം തെറ്റാണെന്നാണല്ലോ. ഡി അല്ല, സി ആണ്. അഥവാ എയും ബിയും മാത്രമാണ് തെറ്റ്. അമേരിക്കൻ നാടുകളിൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണോ പ്രത്യക്ഷപ്പെട്ടത്? എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? 18ാം നൂറ്റാണ്ടാ? അല്ല, 19ാം നൂറ്റാണ്ടിന്റെ മധ്യവും കഴിഞ്ഞ് 1870-80 കഴിഞ്ഞിട്ട്, അതിന് 19ാം നൂറ്റാണ്ട് ബിദായത്ത് എന്ന് പറയില്ല, 19ാം നൂറ്റാണ്ട് ഏതാണ്ട് നിഹായത്ത്, കുർബ നിഹായത്ത്. 1880 മുതൽ 1950 വരെയുള്ള ആ കാലഘട്ടത്തിലാണ് അമേരിക്കയിലേക്കുള്ള പ്രവാസ യാത്രകൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ തെറ്റിനെ എങ്ങനെ ശരിയാക്കാം? അൽ ഉസ്ബ അൽ അന്തലുസി 1923 സ്ഥാപിതമായി എന്ന് പറയുന്നു. ശരിയായത് ഏതാണ്? 1933. ഓക്കെ. ഇവിടെ റാബിത്തുൽ കൽമിയ എന്ന് പറഞ്ഞൊരു സംഘടന കൂടി ഉണ്ടല്ലോ അല്ലെ. ഈ സംഘടനയുടെ സ്ഥാപിത വർഷം ഏതാ? 1920 സ്ഥാപിതമായത്. അടുത്തതിലേക്ക് കിടക്കാം. അവലു ജരീദത്തിൻ അറബിയത്തിൻ ഉസ്സിസത് ഫിൽ മഹ്ജർ ഷിമാലി. വടക്കൻ പ്രവാസ ലോകത്ത് സ്ഥാപിതമായ ആദ്യ അറബി പത്രം. അസമീർ, കൗക്കബ് അംരീക്ക, അസായിഹ്, അൽ ഉസ്ബ. ഏതാണത്? യെസ്, വേഗം ഉത്തരം ചെയ്താൽ നമുക്ക് വേഗം പോകാം. എന്നാൽ ആവശ്യമുള്ളത് അനിവാര്യമായതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. യെസ്, എല്ലാവരും ഉത്തരം ചെയ്താൽ സന്തോഷം. ഉത്തരം
കൗക്കബു അംബ്രീക്ക. കൗക്കബു അംബ്രീക്ക എന്നാണ്. കൗക്കബു അംബ്രീക്ക ആരുടെ പത്രമാണ്? കൗക്കബു അംബ്രീക്ക നജീബ് അർബീലി, അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം എന്നീ രണ്ടു പേരാണ്. സിദ്ധരല്ല ഇവർ. നജീബ് അർബീലി, സഹോദരൻ ഇബ്രാഹിം. യെസ്, അവരെ കുറിച്ച് ചോദ്യം വരാറില്ല, എന്നാലും സൂചിപ്പിച്ചു മാത്രം. കൗക്കബ് അംബ്രീക്ക സഹീഫത്തുൻ അംബ്രീക്കിയത്തും ബിൽ ലുഗ അൽ അറബിയ, അമേരിക്കൻ ഭാഷയിൽ, അറബി ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു അമേരിക്കൻ പത്രമാണ്. നുഷറത്ത് ഫി ന്യൂയോർക്ക് ഫിൽ വിലായത്തുൽ മുത്തഹിദ ഫി الثاني وثلاثين في الثاني والتسعين وثمانمائة وألف للميلاد 1892. അതിന്റെ പ്രസാധകർ നജീബ് അർബീലിയും സഹോദരൻ ഇബ്രാഹിമും. 908 അതിന്റെ പ്രസാധനം സ്തംഭിച്ചു, നിലച്ചു. അവർ സ്വഹീഫത്തിന് അറബിയത്ത് നുഷറത്ത് ഫിൽ വിലായത്തുൽ മുത്തഹിദ, അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രഥമ അറബി പത്രമാണ്. ഇതിന്റെ എഡിറ്റിംഗ് നജീബ് ദിയാബ് എന്ന പത്രപ്രവർത്തകനും നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ടാവല്ലോ. അതിൽ നജീബ് ദിയാബിനെ എടുത്തു പറയാൻ കാരണം നജീബ് ദിയാബ് ഒരു പ്രസിദ്ധനാണ്. ഓക്കെ, നെക്സ്റ്റ്. ഐന് സ്വഹീഹ മിന തസ്രീഹൈൻ താലിയൻ, താഴെയുള്ള രണ്ട് പ്രസ്താവനകളിൽ നിന്നും ശരിയായതാണ്. ദറസ മീഖായിൽ നുഅയ്മ ഫി റൂസിയ അലൽ മിൻഹ ലിമുദ്ദത്തി 5 സനവാത്തിൻ. സ്പീഡൊന്നുമില്ലല്ലോ ക്ലാസ്സിന്, വളരെ സാവധാനല്ലേ നമ്മൾ ഡിസ്കഷൻ പോകുന്നത്? ആണോ? കുഴപ്പമില്ല സാർ. യെസ്, ഓക്കെ. മീഖായിൽ നുഅയ്മ റഷ്യയിൽ പഠിച്ചു. അലൽ മിൻഹ ഫെലോഷിപ്പോടെ ലിമുദ്ദത്തി 5 സനവാത്തിൻ, 5 വർഷക്കാലയളവ് റഷ്യയിൽ പഠിച്ചു. ആരാണ്? മീഖായിൽ നുഅയ്മയാണ് റഷ്യയിൽ പഠിച്ചത്. ഷാറക്ക മീഖായിൽ നുഅയ്മ ഫിൽ ഖിത്താലി, മീഖായിൽ നുഅയ്മ യുദ്ധത്തിൽ പങ്കുകൊണ്ടു. ഖിലാലൽ ഹർബിൽ ആലമിയ അൽ ഊല, ഒന്നാം ലോക മഹായുദ്ധ വേളയിൽ. ഈ രണ്ട് പ്രസ്താവനകളുണ്ട്. റഷ്യയിൽ മീഖായിൽ നുഅയ്മ 5 വർഷം പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധ വേളയിൽ യുദ്ധത്തിൽ പങ്കുകൊണ്ടു. ഇതിൽ ഏതാണ് ശരി? കിലാഹുമ സ്വഹീഹ്, രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. ഒന്ന് ശരി, രണ്ട് തെറ്റ്. ഒന്ന് തെറ്റാണ്, രണ്ട് ശരിയാണ്. ഏതാണ് ശരി? ഓക്കെ, പല പേരും ഉത്തരം ചെയ്തിട്ടുണ്ട്. ഇല്ലല്ലോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. എന്തെങ്കിലും ഒന്ന് ഊഹം വെച്ചിട്ട്, ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് കമന്റ് ചെയ്താൽ മതി. ബാക്കി പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. യെസ്, ദെൻ വേറെ എന്തെങ്കിലും ഉത്തരം? യെസ്, ഉത്തരം വെക്കാം. എ ആണ്, രണ്ടും ശരിയാണ്. അപ്പൊ മീഖായിൽ നുഅയ്മ റഷ്യയിൽ ഫെലോഷിപ്പോട് 5 വർഷം പഠിച്ചു എന്നതും ഒന്നാം ലോക മഹായുദ്ധ വേളയിൽ യുദ്ധത്തിൽ മീഖായിൽ നുഅയ്മ പങ്കെടുത്തു എന്നതും ശരിയാണ്. നെക്സ്റ്റ്. അൽ അദബുൽ അറബി ലം യകുൻ ഷായിഅൻ ഫി, അറബ് സാഹിത്യം പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. എവിടെ? ഫിൽ ബ്രസീൽ, ഫി ചിലി, ഫി ഇക്വഡോർ, അൽ അർജന്റീൻ. അറബ് സാഹിത്യം പ്രചരിക്കാത്ത ഇടം ഏതാണ്? എവിടെയാണ് അറബ് സാഹിത്യം പ്രചരിക്കാത്ത? ഓക്കെ, സി ആണ്. ഒരു ആളുകളൊക്കെ എഴുതി ഉത്തരം ശരിയാണ്, സി ആണ്. ഇക്വഡോർ എവിടെ അറിയോ? കാണുന്നുണ്ടോ ഇക്വഡോറിനെ? ഇവിടെയാണ് ഇക്വഡോർ. കൊളംബിയ, പെറു ഇതിനടിന്റെ ഇടക്ക് ബ്രസീൽ, അർജന്റീന ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത്, അതിനോടൊക്കെ ചേർന്ന്. എന്നാൽ അവരുമായി അതിർത്തി പങ്കിടണമെന്നില്ല, അല്ലേ? ബ്രസീൽ അർജന്റീനയോട് അതിർത്തി പങ്കിടണമെന്നില്ലല്ലോ. ബ്രസീൽ ഇവിടെ. യെസ്. ദെൻ നെക്സ്റ്റ്. ഹൈന സൗജ ഗൈറ സഹീഹ്, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡി: സമീർ ഇലി അബു മാലി, അസായിഹ് അബ്ദുൽ മസീഹ് ഹദ്ദാദ്, അൽ ഫുനൂൻ നസീബ് അരിയുള്ള, അൽ ഉസ്ബ മിഷൽ മാലൂം. ഇതൊരു തെറ്റായ ജോഡി ഏതാണ്? ഓക്കെ, ഏതാണ് തെറ്റായ ജോഡി? ഉത്തരം നോക്കാം. അൽ ഉസ്ബ ഡി ആണ് തെറ്റായ ജോഡി. സമീറിന്റെ എഡിറ്റർ ഇലിയ അബു മാലിയാണ്. സായിഹിന്റെ അബ്ദുൽ മസീഹ് ഹദ്ദാദാണ്. അൽ ഫുനൂന് നസീബ് അരിയുള്ളതാണ്. അൽ ഉസ്ബ എന്നുള്ളതോ? അൽ ഉസ്ബ എന്നത് ചീഫ് എഡിറ്റർ ഹബീബ് മസ്ഊദ് ആണ്. അതിന്റെ സ്ഥാപകർ അഹമ്മദ് സക്കി അബുഷാദിയാണ്. അതിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നത് ഹബീബ് മസ്ഊദ്. ലൈസ മിൻ അഅ്ളാഇൽ ഉസ്ബ അൽ അൻദലുസിയ്യ, അൽ ഉസ്ബത്തുൽ അൻദലുസിയ്യ എന്ന സംഘത്തിന്റെ അംഗമല്ലാത്തതാര്? ഇസ്കന്ദർ കർബാജ്, ഇലിയാസ് ഫർഹാത്ത്, റഷീദ് സലീമുൽ ഖൂരി, ഇബ്രാഹിം നാജി. ആരാണ് അതിന്റെ അംഗമല്ലാത്തത്? ഓക്കെ, പെട്ടെന്ന് ഉത്തരം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പോകട്ടോ. ഒരു 2-3 ചോദ്യം കൂടി കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പിരിയാം. നോക്കാം അല്ലെ? യെസ്, ഇബ്രാഹിം നാജിയാണ് അതിൽപ്പെടാത്തത്. ഇബ്രാഹിം നാജി, അദ്ദേഹം ഉസ്ബ അന്തലൂസിയയുടെ അംഗമല്ല. ഈ ഉസ്ബ അന്തലൂസിയ എന്നത് ഏത് രാജ്യത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനമാണ്? സാഹിത്യ പ്രസ്ഥാനമാണ്. ഏത് രാജ്യത്തിൽ രൂപപ്പെട്ടതാ? സാവോപോളോ, ബ്രസീലിലെ സാവോപോളോയില്ല. ഓക്കെ. റാബിത്തുൽ കലമിയയോ? അതെവിടെ രൂപപ്പെട്ടതാ?
അമേരിക്ക ഷിമാലിയ. അമേരിക്ക ഷിമാലിയ അഥവാ അതേത് ഭാഗത്തായിട്ട് വരും? ന്യൂയോർക്ക്. 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 Then next question. അഅ്മാലു ജുബ്രാൻ അല്ലത്തി സുദിറത്ത് ഫിൽ ഇൻജലീസിയത്തി അസ്ലൻ. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജുബ്രാന്റെ കൃതികൾ ഏവ? നെറ്റിന് വന്ന ചോദ്യമാണ്. അസ്ലൻ എന്ന് പറഞ്ഞാല് പിന്നീട് അത് അറബിയിലേക്ക് പല ഭാഷകളിൽ വർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മൗലിക ഭാഷ അസ്ലൻ, അതിന്റെ അടിസ്ഥാന ഭാഷ എന്തായിരുന്നു? മൂലഭാഷ എന്ന് പറയാ അല്ലെ. അൽ അർവാഹുൽ മുത്തമദ്ദിദ, അൽ മജ്നൂൻ, അത്തായിഹ്, റമലും വസബദ്, ആലിഹത്തുൽ അർള്, അൽ മജ്നൂൻ, റമലും വസബദ്, ദംഅത്തും വബ്തിസാമ, അസാബിഖ്, അൽ മജ്നൂൻ, അത്തായിഹ്, ഹദീഖത്തുൻ നബിയ്യ്, അസാബിഖ്, സി. അറായിസുൽ മുറൂജ്, അൽ അവാസിഫ്, ഹദീഖത്തുൻ നബി. ഓക്കെ, സി ഉത്തരം ചെയ്തവരുണ്ട്. ഓക്കെ, ഉത്തരം നോക്കാം. സി ആണ്. ഓക്കെ, അപ്പൊ അസാബിഖ്, അൽ മജ്നൂൻ, അത്തായിഹ്, ഹദീഖത്തുൻ നബി എന്നിവയുടെ മൂലഭാഷ ഇംഗ്ലീഷാണ്. അഥവാ ജുബ്രാൻ ഈ കൃതികൾ രചിച്ചത് ഇംഗ്ലീഷിലാണ്. പിന്നീട് അറബിയിലേക്കൊക്കെ പല പേരും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്ന് സ്വഹീഹമിന് തസ്രീഹൈന് താലിയൈന് താഴെയുള്ള രണ്ട് പ്രസ്താവനകളിൽ നിന്നും ശരി ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. വലുത നസീബ് അരിയുള്ള ഹിംസ്, നസീബ് അരിയുള്ള ഹിംസിൽ ജനിക്കുകയും വതലക്ക ദുറൂസഹുൽ ഇബ്തിദായിയ ഫിൽ മദ്രസ അൽ ഫറൻസിയ, പ്രാഥമിക വിദ്യാഭ്യാസം വതലക്ക ദുറൂസഹുൽ ഇബ്തിദായിയ ഫിൽ മദ്രസ അൽ ഫറൻസിയ, ഫ്രഞ്ച് മദ്രസയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നുകരുകയും ചെയ്തു. 1912 ന്യൂയോർക്കിൽ അറ്റ്ലാന്റിക് എന്ന പ്രസ് നസീബ് അരിയുള്ള സ്ഥാപിച്ചു. രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഉത്തരം ചെയ്തോ? രണ്ട് കാര്യങ്ങളുള്ളൂ അല്ലെ. നസീബ് അരിയുള്ള ഹിംസിൽ ജനിക്കുകയും ഹിംസിലെ അൽ മദ്രസ അൽ ഫറൻസിയയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നുകരുകയും ചെയ്തു. 1912 നസീബ് അരിയുള്ള ന്യൂയോർക്കിൽ അറ്റ്ലാന്റിക് പ്രസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചു. അറ്റ്ലാന്റിക് പ്രസ് സ്ഥാപിച്ചു. യെസ്, ഒന്നാമത്തെ ശരിയല്ല, രണ്ടാമത്തെ ശരിയാണ്. ഉത്തരം ചെയ്ത ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഉത്തരം ചെയ്ത ആളുകളെ ആരെയും കാണാൻ കഴിയുന്നില്ല. ഏതായാലും അദ്ദേഹം ഹിംസിലാണ് ജനിച്ചത്, തർക്കമില്ല. ഹിംസ് ഏത രാജ്യം? സിറിയ. സൂര്യയാണ്. അദ്ദേഹം പഠിച്ചതോ? ദർസഫി ദാരുൽ മുഅല്ലിമീൻ റൂസിയ ഫിൻ നാസിറ, നാസിറയിലെ റഷ്യൻ അധ്യാപക ട്രെയിനിങ് കോളേജ് എന്നൊക്കെ പറയാം. ദാറുൽ മുഅല്ലിമീൻ. നാസിറ എന്ന സ്ഥലം അതെവിടെയാ? നാസിറ എവിടെയാ? നാസിറ ഫലസ്തീൻ ആട്ടോ. നാസിറ ഫലസ്തീൻ. ഓക്കെ, നെക്സ്റ്റ്. ലൈസമിൻ അഅ്മാലി നസീബ് അരിയുള്ള, നസീബ് അരിയുള്ളയുടെ രചനകളിൽ പെടാത്തത്. നസീബ് അരിയുള്ളയുടെ രചനകളിൽ പെടാത്തത്. ദീഖുൽ ജിന്നൽ ഹിംസി. ഇത്തരം കിട്ടിയ ഉടനെ എഴുതട്ടോ. അസ്സംസാമ, ഇഖ്തിസാർ അബി ഫറാസ്, അത്തിയാഫ് റബിയ. ഇതിൽ 3 നസീബ് അരിയുള്ള, സിറിയയിലെ ഹിംസിൽ ജനിച്ച നസീബ് അരിയുള്ളയുടേതാണ്. 1 അദ്ദേഹത്തിൻ്റെതല്ല. ഓക്കെ, ഇത്തരം നോക്കല്ലേ. അത്തിയാഫ് റബിയ അദ്ദേഹത്തിൻ്റെതല്ല, അത് അഹമ്മദ് സക്കി അബൂഷാദിയുടേതാണ്. അത്തിയാഫ് റബിയ അഹമ്മദ് സക്കി അബൂഷാദിയുടേതാണ്. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം കൂടി, ഇതോടെ അവസാനിപ്പിക്കാം. ഖായിൽ പറഞ്ഞതാരാണ്? ഇന്നൽ ഹയാത്ത ഖസീദത്തുൻ അഅ്മാറുന അബയാത്തുന വൽ മൗതു ഫീഹ. ബാക്കി എന്താണ്? വൽ മൗതു ഫീഹ കഴിഞ്ഞിട്ട് കാഫിയ. ഓക്കെ, ഈ വരി ആരുടേതാണ്? ആര് രചിച്ചതാണ്? ഓക്കെ, ആരാണ്? ആരുടെ വരികളാണ്? ഇലിയാബുമാലയുടെ വരികളാണ്. അതിന് ചെയ്ത ഉത്തരം ഉണ്ട്, ചെയ്ത ആളുകളുണ്ട്. ഇലിയാബുമാലയുടെ വരികളാണ്. ഇന്നൽ ഹയാത്ത, നമുക്ക് അർത്ഥോടി പറയാം. ഇന്നൽ ഹയാത്ത ജീവിതം ഖസീദത്തുൻ കവിതയാണ്. അഅ്മാറുന അബയാത്തുഹ, നമ്മുടെ അഅ്മാറുന അബയാത്തുഹ, അബയാത്തുന എന്നല്ല, അബയാത്തുഹ. അഅ്മാറുന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കവിതയാണ്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ആ കവിതയുടെ വരികളാണ്. നമ്മുടെ ജീവിതം എന്നത് കവിതയും നമ്മുടെ ആയുസ്സുകൾ ആ കവിതയിലെ വരികളുമാണ്. വൽ മൗതു ഫീഹ, ജീവിതത്തിലെ മരണം എന്നുള്ളത് കാഫിയയുമാണ്. കവിതയിലെ കാഫിയ പറഞ്ഞ അവസാനം വരുന്ന പദം. ഓക്കെ, ഇതോടെ നമുക്ക് അവസാനിപ്പിച്ചാലോ? ബാക്കി ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.